അപ്പൊ സന്ദീപേ, ഒരു ചെറിയ കുസൃതി ചോദ്യം. ഓക്കെ. റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ നമുക്ക് ഹോസ്പിറ്റലിൽ കിട്ടും. എന്താണ്? റേഷൻ. ഞാൻ നിങ്ങളുടെ മൈൻഡ് റീഡ് ചെയ്യട്ടെ. ഓക്കെ. റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ നമുക്കൊരു ആശുപത്രി കിട്ടും. ടൈമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ ഹോസ്പിറ്റലിൽ കിട്ടും. റേഷൻ ഇവിടെ നിനക്ക് അറിയാമോ? അറിയാം. ഒരു ക്ലൂ തരുമോ? ഞാൻ ഒന്ന് ട്രൈ വേണ്ട, അവരൊക്കെ പറഞ്ഞോട്ടെ. എന്താണ്? ഓപ്പറേഷൻ. ആ വലിയ ലെവലിലൊക്കെ ചെറുതായിട്ട് ചിന്തിച്ചു പോയി. ചുമ്മാ ഒരു കുസൃതി. ഓക്കെ. അപ്പോ കേറി പാടാ മക്കളെ. ഇതാ 4ാമത്തെ ചോദ്യം, ശ്രദ്ധിക്കൂ. പോൾ ബാർബറിനെ പിടിക്കാനായി പോലീസിന് കിട്ടുന്ന പ്രധാന തെളിവ് എന്താണ്? എ, ഷർട്ടിന്റെ കറുത്ത കഷ്ണം. ബി, കറുത്ത ഷൂലേസ്. സി, പാൻസിന്റെ ചുവന്ന തുണി. 20 seconds. ഷർട്ടിന്റെ കറുത്ത തുണി. പടം കണ്ടിട്ടുണ്ടോ? പടം കണ്ടു. സിനിമ എല്ലാം ഒരുപാട് കാണാറുണ്ട്. സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്കിതിൽ ഇത് എടുത്തിട്ട് പൂട്ടാം അല്ലേ? എടുത്തിട്ട് പൂട്ടാം. അപ്പൊ 4ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എടുത്തിട്ട് പൂട്ടിയിരിക്കുന്ന കറുത്ത കഷ്ണം ഷർട്ടിന്റെ. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ് അഗൈൻ, യു ഹാവ് 1000 rupees. അതാണല്ലോ അതിന്റെ ഒരു ഇത്. തീർച്ചയായിട്ടും. അടുത്തത് കേറി പാടാ മക്കളയിൽ 5ാമത്തെ ചോദ്യം ഇതാ. ഒരു വീഡിയോ ശ്രദ്ധിക്കുക. ഓക്കെ. സാധനം കയ്യിലുണ്ട്. സാധനം നിങ്ങളോടല്ല സാഹിബേ, ഇത് ഞങ്ങളുടെ CID കോഡാ. ഒരിക്കലും നമ്മുടെ CID കോഡ് വെളിപ്പെടുത്താൻ പാടില്ല. സാധനം കയ്യിലുണ്ട്. Don't shout. We are not shouting. We are CIDs from India. What? പേടിപ്പിക്കല്ലേ. വേണ്ടി വന്നാൽ നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. അതിനുള്ള വകുപ്പ്. എന്തൊക്കെയായിരുന്നു ചോദ്യം. ഇതാണ്. വിജയൻ സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സാധനം കയ്യിലുണ്ടെന്ന് പറയേണ്ടത് ആരാണ്? എ, ശിവദാസ് മേനോൻ. ബി, ശങ്കര മേനോൻ. സി, കിഷൻകുട്ടി മേനോൻ. ശിവദാസ് മേനോൻ. നെടുമുണി സാർ. ശിവദാസ് മേനോൻ. എ, ശിവദാസ് മേനോനെ ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. പിന്നെ ഈ മനസ്സിൽ ഉള്ളത് കണ്ടുപിടിക്കും. ഞാൻ വളരെ അടുത്തോട്ട് വരണമെന്ന് പറഞ്ഞില്ല. അതെ. എന്താണ് ആ സംഭവം? നമ്മളിപ്പം ഇന്ററാക്ട് ചെയ്ത് നമ്മളൊരു ലെവലിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി സാറിന് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം മൈൻഡ് കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പതുക്കെ മൈൻഡ് റീഡിങ്ങും കൂടെ ചെയ്യാനൊക്കെ പറ്റും. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ട്രൈ ചെയ്യാൻ നോക്കാം. സാർ, നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു കാര്യമാണ് ഡൈ. ഏണി പാമ്പൊക്കെ പണ്ട് കളിക്കുന്നത്. ഈ ഡൈയുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ റോൾ ചെയ്ത് വീഴുന്നാൽ ടോപ്പ് നമ്പർ പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. ഇപ്പൊ 3 വരും. ജസ്റ്റ് ഒന്നുകൂടെ റോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ 1 ആയിരിക്കും. ചുമ്മാ ഒന്ന് റോൾ ചെയ്ത് നോക്കിയോ. നമ്പർ 4 ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. സാർ, ഇത് സാർ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ചോ. അടുത്തത് നന്നായിട്ടൊന്ന് സാറിന് ഷേക്ക് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പുലിക്ക് സർബത്തൊക്കെ അടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യാം. അതങ്ങനെ ഇരിക്കട്ടെ. നമ്പർ ഇപ്പോഴേ നോക്കണ്ട. സാർ, നമുക്കൊരു ചെറിയൊരു സ്റ്റോറി ലൈൻ, ഒരു ചെറിയൊരു കാര്യം സാർ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. സാറിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് മ്യൂസീഷ്യൻസുമായിട്ടൊക്കെ സാർ കൊളാബറേറ്റ് ചെയ്തതാണ്. അത് ആർട്ടിസ്റ്റുകളാവാം, ലൈക്ക് ഡ്രംസ് വായിക്കുന്നവരാവാം, ഗിറ്റാറിസ്റ്റ് ആവാം, ആരും വേണമെങ്കിലും ആവാം. ചില ആൾക്കാർ നമുക്ക് ഭയങ്കര ക്ലോസ് ആയിരിക്കും. നമുക്ക് നമ്മുടെ അതേ വേവ് ലെങ്ത് ആയിരിക്കും. നമുക്ക് അവരോട്ട് എന്തും ഷെയർ ചെയ്യാം. നമ്മുടെ പാട്ടുകൾ, ഐഡിയാസ് എന്തും ഷെയർ ചെയ്യാം. അങ്ങനെ മനസ്സിൽ വരുന്ന ഒരാളുടെ പേര് സാറിനൊന്നും മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യാം. നല്ലൊരു ഫ്രണ്ട് ആയിരിക്കാം, നല്ലൊരു സുഹൃത്തായിരിക്കാം, നല്ലൊരു ആർട്ടിസ്റ്റ് ആവാം. സാർ ജസ്റ്റ് ഒന്നുകൂടെ ഷേക്ക് ചെയ്യാം. നോക്കിയില്ലല്ലോ നമ്പർ? ഇല്ല. ജസ്റ്റ് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യാം. ഹാപ്പി ആണെന്ന് തോന്നുകയാണെങ്കിൽ നിർത്താം. ഹാപ്പി ആണോ അത്? സാർ, അദ്ദേഹത്തിൻ്റെ പേര് മാത്രം ഒന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ. അതൊരു മെയിലാണ്, റൈറ്റ്? നോ, ഇറ്റ്സ് എ ഫീമെയിൽ. ഓക്കെ, വെരി ഇൻട്രസ്റ്റിംഗ്. ലെറ്റ്സ് ട്രൈ ദിസ്. ഓക്കെ സാർ, ആ പെൺകുട്ടിയുടെ പേര് മാത്രം ഒന്ന് ഇമാജിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക. സാർ, റീസെൻ്റ് ആയിട്ട് പുള്ളിക്കാരി ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട്, ഫോണിലോ എന്തോ സംതിങ്. യെസ് ഓർ നോ? യെസ്. ഓക്കെ, ലെറ്റ്സ് ട്രൈ ദിസ്. ഓക്കെ, പുള്ളിക്കാരിയുടെ പേര് മാത്രം ഒന്ന് ഇമാജിൻ ചെയ്യാം. ഞാൻ എന്തായാലും ഒരു പ്രഡിക്ഷൻ എൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ലെറ്റ്സ് ട്രൈ. ഇത് അവിടെ ഇരിക്കട്ടെ. അതിൽ നമ്പരും എഴുതിയിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ.
സാർ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്, എപ്പോഴായിരുന്നു പുള്ളിക്കാരെ ലാസ്റ്റ് മീറ്റ് ചെയ്തത്?